ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വേനൽക്കാലം ആസ്വദിക്കാനായി ഒരു ട്രിപ്പ് പോകാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടൂർ പ്ലേസ് പറഞ്ഞു തരാം. നിങ്ങൾ എൻജോയ് ചെയ്തു ഫാമിലിയായിട്ടോ സിംഗിളായിട്ടോ സോളോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെല്ലാം. ഇതെവിടെയാണെന്നല്ലേ കണ്ടോ, അതിമനോഹരമായ ഒരു 75 അടി ലെങ്ത് ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ചെറിയ വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 30 അടി അല്ലെങ്കിൽ 20 അടി ആ ഒരു ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴേക്ക് പോകുന്നത്. നൂറുകണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വന്ന് കുളിച്ചിട്ടുവാനായി മാത്രം വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളും ഇവരത് ആർട്ടിഫിഷ്യലായി ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്. വാറുകൾക്കിടയിൽ നിന്ന് വരുന്ന വെള്ളം നനഞ്ഞ് തലയിൽ ചൂട്, ഈ വേനൽക്കാലത്ത് ചൂടകറ്റാനായിട്ട് വരുന്നു. കാരണം എന്ത് മനോഹരമായിട്ടാണല്ലേ നമ്മുടെ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നത്. ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഈ പാറകളുടെ ഇടയിലൂടെ ഒഴുകി താഴേക്ക് പോവുകയും അതിനൊപ്പം തന്നെ വളരെ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കുളിക്കുന്നവർക്ക് അപ്പോൾ മുകളിൽ നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ചിറങ്ങാം. ഈ വേനൽക്കാലം നല്ല എൻജോയ് ചെയ്യാം. എത്ര ആളുകളാണെന്നറിയാം അവിടെ വന്ന് പോകുന്നത്. അതുപോലെ നല്ലൊരു ഇതാണ്, കുട്ടികൾക്കൊക്കെ ആയിട്ട് വേണ്ടി സെപ്പറേറ്റ് വേറെ മാറിയൊരു സ്വിമ്മിംഗ് പൂൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന വെള്ളം തന്നെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തിക്കാതെ ഓവർഫ്ലോ വഴി വെളിയിലേക്ക് വിടുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് വേറെ എവിടെയല്ല, തിരുവനന്തപുരത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബൗണ്ടറി ആയ തിരുപ്പറമ്പ് എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ ഇത് മെൻഷൻ ചെയ്യാം. എൻ്റെ ഓർമ്മയ്ക്കാണ് തിരുപ്പറമ്പ് എന്ന് തന്നെയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്തേക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛനെയും കൊണ്ട് ഒരു ആയുർവേദത്തിൽ പോയിരുന്നു. നാഡി ആയുർവേദം, അതായത് അഗസ്ത്യ നാഡി ആയുർവേദം, ഇവിടെ പോയതാണ്. അപ്പോൾ വെള്ളറട എന്ന സ്ഥലത്താണ്. വെള്ളറട എന്ന സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്ററാണിത് ഈ നിൽക്കുന്ന സ്ഥലം തിരുപ്പറമ്പ്. ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, കല്ലുകൊണ്ട് നല്ല മനോഹരമായിട്ട് കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചർ മണ്ഡപം. ആ മണ്ഡപത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിരിക്കും. ഒരു കല്യാണ ഫോട്ടോയ്ക്കും കല്യാണക്കാർക്കും ഒരു കപ്പിൾസ് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നമ്മൾ പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തമിഴ്നാടിൻ്റെ പഴമ, അതിൻ്റെ അധികം കൊണ്ടുള്ള ചില വാൾ പോസ്റ്ററുകളും, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് തൊട്ട് മുകളിൽ കാണുന്ന അതിമനോഹരമായ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സൗകര്യവും ഇവരോട് ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തോന്നി. ഒന്ന് പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ 3-4 ടൂറിസ്റ്റ് പ്ലേസോടെ ഉണ്ട്. നമുക്കത് പറ്റുകയാണെങ്കിൽ അടുത്ത ദിവസം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയും ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ. ഓക്കെ, തിരുപ്പറമ്പ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. തിരുപ്പറമ്പ് വെള്ളാറട എന്ന പറയുന്ന സ്ഥലത്തിൽ നിന്നും 12 കിലോമീറ്ററാണുള്ളത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.